ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുലിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രാഹുൽ നാളെ താരയും കൂടി അടിച്ചു കഴിയുമ്പോഴേക്കും രാഹുൽ നാണം കെട്ടു പോവാണ്. ഇതെല്ലാം തന്നെ വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സരിയുവിന് കിരണും കല്യാണി ഈ വീഡിയോ സ്പോട്ടിൽ തന്നെ അയച്ചു കൊടുക്കേണ്ട. സരിയു പറഞ്ഞ അമ്മേ ദേ വയറ് നിറച്ചു അടിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ, അയാൾക്ക് ഇതന്നെയാണ് മോളെ പണിയെന്ന് ഷാരി ചോദിക്കുമ്പോഴേക്കും അതെ അമ്മ ഞാൻ പറഞ്ഞതല്ലേ, അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയാണ്. ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും പെങ്ങളെ വിശ്വസിച്ച് തലയിരുത്തിയതല്ലേ, ഇങ്ങോട്ട് വരട്ടെ മോളെ, നമുക്ക് രണ്ട് വർത്താനം പറയാം എന്നൊക്കെ പറയാണ്. അങ്ങനെ രാഹുൽ പറഞ്ഞത് വിശ്വസിച്ച് പ്രകാശനും ഒരു റീത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പൈസ ഇല്ലെങ്കിൽ പോലും കയ്യിലുള്ള പൈസ വെച്ചിട്ട് ചെറിയൊരു റീത്ത് നമ്മുടെ പ്രകാശനും വാങ്ങിക്കുന്നുണ്ട് സേനന്റെ ബോഡിയിൽ വെക്കാനായിട്ട്. അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തിൽ പോകണം. അപ്പൊ നോക്കുമ്പോഴേക്കും അവിടെ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. അതെ, അപ്പൊ സേനന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്നു. ആംബുലൻസും കിടക്കുന്നുണ്ടല്ലോ, കൊള്ളാം, ഒന്ന് പോയിട്ട് എല്ലാവരുടെ കരച്ചിലൊക്കെ കണ്ടൊന്ന് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിന്റെ അകത്തേക്ക് പോവാണ്. അകത്ത് പോകുമ്പോ തന്നെ നമ്മുടെ കിരണിനും കല്യാണിക്കൊക്കെ മനസ്സിലായി എന്തോ അറിഞ്ഞിട്ട് വരുവാണ് സേനന്റെ ഇത് കാണാൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സേനന്റെ കല്യാണി പറഞ്ഞ അച്ഛ ദേ അടുത്ത ആള് വന്നിട്ടുണ്ട്, അച്ഛനൊന്ന് അവസാന നിമിഷം കാണാനായിട്ട്. ആരാ മോളെ അത്? വേറെ ആരല്ല, ആ വിക്രത്തിന്റെ അച്ഛൻ. വരട്ടെ, ഒരു പണി കൊടുക്കാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ പ്രകാശിന് വരുവാണ്. എന്നാലും വല്ലാതെ കഷ്ടം തന്നെയാടാ എന്നൊക്കെ പണ്ട് കിരണിനോട് സംസാരിക്കും. നിന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് പോയല്ലോ ഈ ലോകത്തുനിന്ന്, വല്ലാതെ കഷ്ടം തന്നെ. നല്ല ആൾക്കാരെ പെട്ടെന്ന് ദൈവം വിളിക്കുമെന്നല്ലേ പറയണത്. അതെ അതെ, നല്ല ആൾക്കാരൊക്കെ പെട്ടെന്ന് വിളിക്കും, ചീത്ത ആൾക്കാരെ അങ്ങോട്ട് വിളിക്കില്ല. അതല്ല നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കണത്. എടാ ദേ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്, ഈ റീത്ത് വെക്കണം, പോണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പ്രകാശം പറയാണ്. അതിനെന്താ, അച്ഛനകത്ത് ഉണ്ടല്ലോ, പോയി കണ്ടോ. ഉണ്ടെന്നോ? അല്ല, അച്ഛനകത്ത് കിടപ്പുണ്ടല്ലോ, കണ്ടോന്നു. ശവമായിട്ട്, ശരി ശരി ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനകത്ത് പോവാണ്. ഞെട്ടിപ്പോവാണ് നമ്മുടെ പ്രകാശം. നോക്കുമ്പോ ജീവനോടെ വടി പോലെ നിൽക്കുവാണ് നമ്മുടെ സേനന്റെ കഥ 2-3 അടി പ്രകാശനായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രകാശിന് നല്ല ജീവൻ വിട്ട് ഓടി പോകുന്നുണ്ട് അവിടെ നിന്ന്. കാത്തിരുന്ന് കാണുന്ന നല്ല ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.